അനൂസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു കൊച്ചു സദ്യ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു കാളനാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാളൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കായും ഒരു ചെറിയ കഷ്ണം ചേനയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കാളിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഈ ചേനയുടെ കായയുടെ തൊലിയെല്ലാം കളഞ്ഞെടുക്കുന്നുണ്ട്. ഇതെല്ലാം തൊലി കളഞ്ഞിട്ട് വെള്ളത്തിലേക്ക് ഇടുക, എന്നിട്ട് കഴുകി എടുക്കാം. ഞാനിവിടെ 2 കായ എടുത്തിട്ടുള്ളൂ. ചെറിയൊരു അളവ് മതി. ഇപ്പോൾ ഒരു ചെറിയൊരു ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള, അതായത് ഒരു 3-4 പേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അളവാണ് ഞാൻ കാണിക്കുന്നത്. ഇത് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കനത്തിൽ കായ കട്ട് ചെയ്തെടുക്കാം. ചേനയും അതേപോലെ തന്നെ സ്ക്വയർ ക്യൂബ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ചേനയും കായയും നന്നായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിലേക്ക് പാകത്തിന്, അതായത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിക്കാം. വെള്ളമൊന്നും കൂടി പോകണ്ട, 1/2 കപ്പ് വെള്ളം മതി. വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് ഒരു 1-2 വിസിലിൽ ഇത് വേകും. കുക്കർ അടച്ചു വെച്ച് ഒരു 2 വിസിൽ. ഇപ്പോൾ ചേനയും കായും വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ, ഒരു 1/2 കപ്പോളം തേങ്ങയാണ് എടുക്കുന്നത്. തേങ്ങ ഒരു 4 ടേബിൾ സ്പൂൺ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കൂടുതൽ ചുരണ്ടി വെച്ചെന്നേ ഉള്ളൂ. 3, 4 ഇത്രയും തേങ്ങ, ഒരു 2 അല്ലി വെളുത്തുള്ളി, 3-4 അല്ലി ചുവന്നുള്ളി, പിന്നെ നല്ല ജീരകം, ക്യൂമിൻ സീഡ്സ് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം. ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കൂടി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് വേവിക്കാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ ചേർത്തു. ഇപ്പോഴും ഒരു 1/4 ടീസ്പൂൺ ചേർത്തു. നമ്മുടെ കുക്കറിൽ ഒരു വിസിലായിട്ടുണ്ട്. 2 വിസിലാകുമ്പോൾ നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം. ഇനി ഇതൊരു അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ഒരു 2 പച്ചമുളക് കൂടി അരക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ ചേനയും കായും വെന്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ഒന്ന് ഉടച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പം നല്ല പുളിയുള്ള കട്ട തൈരാണിത്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒന്ന് അടിച്ചെടുത്ത തൈരാണിത്. ഇപ്പോൾ തൈര് ചേർത്തിട്ട് ഇപ്പോൾ ഈ കറി ഒരു വെള്ള കളറിൽ തോന്നിക്കും. കുറച്ച് കഴിയുമ്പോൾ അത് മിക്സ് ആകുമ്പോഴേക്കും അതിൻ്റേതായിട്ടുള്ള ആ കളറ് വന്നോളും. ഇതിങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ തൈര് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. തൈരൊന്ന് ചൂടായി ഇതൊന്ന് കുറുകി വരുമ്പോൾ ആണ് നമ്മൾ തേങ്ങ അരച്ചത് ചേർക്കേണ്ടത്. ഇതൊന്ന് ചൂടാവട്ടെ. തൈര് ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുള്ളതെങ്കിൽ കുറച്ച് നേരത്തെ ഒന്ന് എടുത്ത് വെക്കണം, അതിൻ്റെ തണുപ്പെല്ലാം മാറാനായിട്ട്. ഇതൊന്ന് ചൂടാക്കാം. ഇപ്പം ഇത് ചൂടായി വരുന്നുണ്ട്. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പം ഞാനിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പം ഈ ഒരു ടൈമിൽ ഇതിങ്ങനെ ചൂടായി വരുന്ന സമയത്താണ് ഞാനിതിലേക്ക് ഉപ്പ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യുക. ഇപ്പം ഇത് നന്നായി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ചത് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊരു കുറുകിയ ഒരു പരുവത്തിൽ വേണം ഈ കാളൻ വരാനായിട്ട്.
തേങ്ങയൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി. അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ നെയ്യ് ചേർക്കണമെന്നില്ല. നെയ്യ് ചേർത്താൽ കുറച്ചുകൂടി നമ്മുടെ കാളന് ടേസ്റ്റ് കൂടും. അപ്പോൾ നെയ്യ് കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. തേങ്ങയുടെ ഒരു പച്ചച്ചുവ എല്ലാം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ചെറിയ ചൂടിലൊന്ന് ചൂടാക്കാം. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പെല്ലാം നോക്കാം നമുക്ക്. ഉപ്പെല്ലാം കറക്റ്റാണ്. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് ഇതിങ്ങനെ ചെറിയ തീയിലൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്ക് കടുക് താളിച്ചെടുക്കാം. ഇനി കടുക് താളിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാത്രം വെച്ച് ചൂടാവട്ടെ. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് കൂടി പോകണ്ട. ഒരു 1/2 ടീസ്പൂൺ കടുക് മതി. കാളനിൽ അധികം കടുകൊന്നും ഇടണ്ട. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ കറിവേപ്പില ഇടാം. അതുപോലെ തന്നെ വറ്റൽമുളക് ഇടാം. കറിവേപ്പില ഇട്ടു. ഇനി ഒരു 2 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. കീറി ഇട്ട് കൊടുക്കാം. നമ്മുടെ കറി ഓഫ് ചെയ്യുക. നമ്മുടെ കടുക് താളിച്ചത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കാളൻ റെഡിയായി കഴിഞ്ഞു.